കോംപ്രമൈസിൽ തീരുമോ ഗണേഷ് കെടുതി എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ആരോപണത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജിവെക്കുമോ എന്നതായിരുന്നു കഴിഞ്ഞ വൈകുന്നേരം മുതൽ ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രാവിലെ വരെ ഉയർന്ന ചോദ്യം. പക്ഷേ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു, മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജിവെക്കില്ല. ഇരുവരും തമ്മിൽ ഒത്തുതീർപ്പിൽ എത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഭാര്യയുമായി എല്ലാം പറഞ്ഞു തീർത്തു, കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. മന്ത്രിസഭായോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുത്തെങ്കിലും വിഷയം ചർച്ചയായില്ല. വിവാദത്തിൽ രാജിക്ക് വഴി തെളിഞ്ഞതാണ്. ഒരുപക്ഷെ രാജി ആവശ്യപ്പെടും എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ തന്നോട് മാപ്പ് പറഞ്ഞു, വിവാദം അവസാനിപ്പിച്ചു എന്ന് ഭാര്യ തന്നെ പറഞ്ഞ് രംഗത്ത് വന്ന സാഹചര്യത്തിൽ, അതുമാത്രവുമല്ല അവർക്ക് ഈ പരാതിയുമായോ വിവാദവുമായോ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും അറിയിച്ച് ബിന്ദു മേനോൻ രംഗത്ത് വന്നതാണ് വലിയ രീതിയിൽ ഇപ്പോൾ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്നത്. രാജി ആവശ്യം പക്ഷേ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത്. എവിടെ സ്ത്രീ സുരക്ഷ എന്ന ചോദ്യമുയർത്തിക്കൊണ്ട് മന്ത്രിയുടെ വീട്ടിൽ പോലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സാഹചര്യം മാക്സിമം ഉപയോഗപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. പക്ഷേ എല്ലാം കോംപ്രമൈസ് ആക്കി പൊതുപരിപാടികളിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ. ഇങ്ങനെ ഇത് പരിഹരിക്കാനാകുമോ എന്നത് നമുക്ക് പരിശോധിക്കാം. മന്ത്രിയെ വാളകത്തുള്ള വീട്ടിൽ മോശമായ സാഹചര്യത്തിൽ കണ്ട് എന്നായിരുന്നു ഭാര്യയുടെ പരാതി. ആ സംഭവം പോലീസ് ഹെൽപ്പ് ലൈനിന്റെ സഹായത്തോടുകൂടി പോലീസിനെ അറിയിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം അവർ തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറയുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വലിയ രീതിയിൽ ബാധിച്ച വിഷയമായി ഇത് വളർന്നു. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോൾ മറ്റൊരു സ്ത്രീയെ സ്ത്രീയുമായി മോശപ്പെട്ട സാഹചര്യത്തിൽ കണ്ടു എന്നതായിരുന്നു അവർ പുറത്തു പറഞ്ഞിരുന്നത്. മന്ത്രിയുടെ സഹായികൾ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും താൻ പോലീസിനെ ബന്ധപ്പെട്ടതായും പോലീസ് എത്തി പക്ഷേ അതിൽ ഒരിടപെടലും നടത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ആരോപിച്ചിരുന്നു. 2014 വിവാഹം നടന്നത് മുതൽ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ സഹി കെട്ടപ്പോഴാണ് ഇതെല്ലാം പുറത്തു പറയേണ്ടി വന്ന സാഹചര്യം എന്നത് അവർ പറഞ്ഞു. 2013 സമാനമായ രീതിയിൽ ഭാര്യ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള പരാതികൾ ഉന്നയിക്കുകയും തുടർന്ന് മന്ത്രിസ്ഥാനം ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ബിന്ദു മേനോൻ ഉയർത്തിയ ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളെ തുടർന്ന് വിവാദ നായകനായ മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കുമോ എന്ന അഭ്യൂഹങ്ങളാണ് ഉയർന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങളില്ല. സ്ത്രീ സുരക്ഷ ഒരു മുഖ്യ വിഷയമായി ഉയർത്തിക്കാട്ടുകയാണ് LDF. അവിടെ ഒരു മന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം സർക്കാരിന് 140 മണ്ഡലങ്ങളിലും തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും മന്ത്രിസഭയുടെ കാലാവധി കഴിയാൻ പോവുകയാണ്. മന്ത്രിയെ രാജിവെപ്പിച്ച് മുഖം രക്ഷിക്കാൻ ഒരു നീക്കമുണ്ടാകും എന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ രാജി ഉണ്ടാകുന്നില്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നത്. അത് കെ ബി ഗണേഷ് കുമാറും ഭാര്യയും തമ്മിൽ കോംപ്രമൈസ് ആവുകയും അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറില്ല എന്നൊരു നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാജി വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തുകയായിരുന്നു കാര്യങ്ങൾ എന്നതാണ് മനസ്സിലാകുന്നത്. ഈ രാജി ചോദിക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ LDF ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കെ ബി ഗണേഷ് കുമാറിന് കഴിഞ്ഞതോടുകൂടിയാണ് ആ ഒരു സാഹചര്യം ഇല്ലാതായത്. ബിന്ദുവിനെ കെ ബി ഗണേഷ് കുമാർ വിളിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. അങ്ങനെയാണ് കോംപ്രമൈസ് ഉണ്ടായത് എന്നതാണ് മനസ്സിലാകുന്നത്. തുടർന്ന് മന്ത്രി KSRTCയുടെ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ വന്നു. ആ ചടങ്ങിൽ മാധ്യമങ്ങളെ കാണാമെന്ന് നേരത്തെ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. അങ്ങനെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി. പിന്നീട് പ്രതികരിച്ചത് രാജി വിഷയം ഉദിക്കുന്നില്ല എന്നൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ ഒരു ആവശ്യമേ ഉദിക്കുന്നില്ല എന്ന് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കി. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രിസഭാ യോഗത്തിന് എത്തുമ്പോഴൊക്കെ മാധ്യമങ്ങൾ പ്രതികരണം തേടുന്നുണ്ട്. അപ്പോഴൊന്നും പ്രതികരിക്കുന്നില്ല. പിന്നീട് പരിപാടിയിൽ കാണാമെന്ന് പറയുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഈ വിഷയം സഭയിൽ ചർച്ചയായിരുന്നില്ല. അതിനുശേഷം മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണ് രാജി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതും പിന്നീട് രാജി തള്ളിക്കൊണ്ട് മാധ്യമങ്ങളോട് കെ ബി ഗണേഷ് കുമാർ പ്രതികരിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. വിദ്വേഷിപ്പിക്കാനും എന്റെ ചോര
വേണമെങ്കിൽ ഒരു പിച്ചാത്തിയതാ ഞാൻ മുറിച്ച് കുടിച്ചോ, അല്ലാതെ വെറുതെ നടന്ന് എന്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ച് അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലം ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് ഒരു വിലയില്ല, മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും മിണ്ടാത്തത്. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇന്റർവ്യൂ തന്നതും എന്റെ കഴിവുകളാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറെ നാളായിട്ട് ചോദിച്ചു തന്നു. പക്ഷെ തന്നതിന്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. നന്ദി, നമസ്കാരം. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് മന്ത്രി KB ഗണേഷ് കുമാർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ മാധ്യമങ്ങൾക്ക് എന്താണ് റോൾ? വന്ന കാര്യങ്ങൾ വാർത്തയാക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ദിവസങ്ങളോളം ഇക്കാര്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഒരു മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളും അത്തരം വാർത്തകളൊന്നും നൽകിയിരുന്നില്ല. പക്ഷേ സ്ഥലവും തീയതിയും സാഹചര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ പ്രചരിച്ചു. പക്ഷേ ഭാര്യ തുറന്നു പറച്ചിലിന് തയ്യാറായപ്പോൾ ആദ്യം ഗണേഷ് കുമാർ തന്നെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷം ഭാര്യ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണ് മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ വാർത്തയാക്കിയത്. അപ്പോൾ നല്ലോണം എന്തോ മാധ്യമങ്ങൾ നൽകി എന്നൊരു വിമർശനമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മേൽ ചുമത്തുന്നത്. പക്ഷേ 2013 അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയാണ് പരാതി നൽകിയത്. ഇപ്പോൾ പരാതി നൽകിയതും അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്. ഇതിൽ ഒരു രാജി വേണ്ട എന്ന തീരുമാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ തന്നെ മത്സരിക്കുമെന്നത് ഏറെക്കുറെ തീരുമാനമായതാണ്. ഇപ്പോൾ മന്ത്രിസ്ഥാനത്തു നിന്ന് ഗണേഷ് കുമാറിനെ കൊണ്ട് രാജിവെപ്പിച്ചാൽ പത്തനാപുരത്ത് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ആ മണ്ഡലത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരും. രാജി ഉണ്ടായാലും സർക്കാരിന്റെ പ്രതിച്ഛായയെ അത് ബാധിക്കുമോ എന്ന സംശയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾക്കൊടുവിലാണ് എന്തായാലും വിഷയം കോംപ്രമൈസ് ആയ സാഹചര്യത്തിൽ, ഭാര്യ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ, അവർ തമ്മിൽ ഒത്തുതീർപ്പായ സാഹചര്യത്തിൽ രാജി വേണ്ട എന്നൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഗണേഷിനെതിരായ നീക്കത്തിൽ നിന്ന് പ്രതിപക്ഷം എന്തായാലും പിന്നോട്ടില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. ഒത്തുതീർപ്പ് നടത്തി മന്ത്രിസഭാംഗമായി തുടരാനാകില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. എങ്ങനെയാണ് ക്രിമിനൽ കേസുകൾ ഒത്തുതീർപ്പാക്കുക എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ഗണേഷിനെതിരെ കൂടുതൽ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുകയുമാണ്. പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത് വ്യക്തിപരമായ ഒരു കാര്യമോ കുടുംബകാര്യമോ മാത്രം നമുക്ക് അതിനെ കുറച്ച് കാണാൻ കഴിയില്ല. കേരളത്തിന്റെ ഒരു മന്ത്രിയല്ലേ, ഞങ്ങൾക്ക് ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി, നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് തികച്ചും അധാർമികവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെയാണ് പ്രതിപക്ഷ നേതാക്കൾ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ധാർമ്മികത എവിടെ എന്ന ചോദ്യം ഉയർത്തുന്നു. സ്ത്രീ വിഷയത്തിൽ ഇതാണോ നിലപാട് എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നു. അപ്പോൾ കോംപ്രമൈസിൽ തീരുമോ കാര്യങ്ങൾ? ഭാര്യയുടെ പരാതി കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുമ്പോഴും LDF സർക്കാരിനെതിരെ രാഷ്ട്രീയ ചോദ്യങ്ങൾ നിരവധി ഉയരുകയാണ്. പിണറായി സർക്കാരിന് ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്ത്രീപക്ഷ നിലപാടുകളാണ്. എന്നാൽ ഗണേഷിനെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇനി ആ സ്ത്രീപക്ഷ അവകാശവാദം ആവർത്തിക്കാനാകുമോ എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വീട്ടിൽ കയ്യേറ്റമടക്കമുണ്ടായി എന്ന് പറഞ്ഞ ഭാര്യ, അവർ 112 വിളിച്ച് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പോലീസ് എത്തി, പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായില്ല എന്നവർ പരാതിപ്പെട്ടു. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ മകളെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന കാര്യം കൂടി ബിന്ദു ഇന്നലെ ചൂണ്ടിക്കാട്ടിയതാണ്. പോലീസ് ഒരു നടപടിയും എടുത്തില്ല ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ട് എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടി. ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് പോലീസ് ഒഴിഞ്ഞു മാറി എന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെ വിവരം അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടി. പരാതി ഒത്തുതീർപ്പാകുമ്പോഴും ഒരിടപെടലും ഉണ്ടായിട്ടില്ല എന്ന പ്രശ്നം അവിടെ അപ്പോൾ നിലനിൽക്കും. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകൾ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിൽ ഒരു പ്രത്യേക
സംഘത്തെയൊക്കെ നിയോഗിച്ച് നടപടികൾ വേഗത്തിലാക്കിയ സർക്കാർ മന്ത്രിസഭയിലെ മന്ത്രിക്കെതിരെ ഒരു ഭാര്യ നൽകിയ പരാതിയിൽ ഇങ്ങനെയാണോ നിലപാട് സ്വീകരിക്കുന്നതെന്നൊരു ചോദ്യം. അപ്പോൾ സ്ത്രീ വിഷയങ്ങളിൽ രാഷ്ട്രീയമാണോ പ്രധാനം എന്നൊരു ചോദ്യം, രാഷ്ട്രീയം നോക്കിയാണോ ഇടപെടൽ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു ഈ വിഷയത്തിൽ എന്ന ചോദ്യം വരുമ്പോൾ അവിടെ പോലീസ് പ്രവർത്തിച്ചില്ല. മുഖ്യമന്ത്രിയുടെ മകളോടുൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു ഇടപെടലും ഉണ്ടായില്ല. അവർ തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് അത് കോംപ്രമൈസ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കേസുകളിൽ കോംപ്രമൈസ് ആണോ ഈ സർക്കാരിന്റെ നയം എന്നൊരു ചോദ്യം ബാക്കിയാകുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ വിഷയങ്ങളൊക്കെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പത്തനാപുരത്ത് ഗണേശന്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോഴൊക്കെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് വലിയ പ്രതിസന്ധിയായി തന്നെ സർക്കാരിന് മുന്നിൽ ഈ വിഷയം കോംപ്രമൈസ് ആകുമ്പോഴും നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. ഗണേഷ് മന്ത്രിയായി തുടരുന്നതിൽ മുന്നണിയിൽ CPIക്ക് ഉൾപ്പെടെ എതിർപ്പുണ്ട് എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ തരത്തിൽ ഇനി ചർച്ചയാകുന്നു എന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട്. മന്ത്രിസഭയിൽ എല്ലാവരും കെ ബി ഗണേഷ് കുമാറിനെ പേറാൻ സന്നദ്ധമാകുമോ എന്നൊരു ചോദ്യം നിൽക്കുന്നു. കെ ബി ഗണേഷ് കുമാറിനെ അതിരൂക്ഷമായി വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഗണേഷ് ഒരു വഷളനാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. മന്ത്രിസ്ഥാനത്തിരുന്ന് ഇത്രയും തറവേലകൾ ചെയ്തിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്നതാണ് വെള്ളാപ്പള്ളി സ്വതസിദ്ധമായ ശൈലിയിൽ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. മന്ത്രിയാകുമ്പോൾ നിലയും വിലയും ഉണ്ടാകാൻ ഒരു ബാധ്യതയുണ്ട്, പക്ഷെ അത് ഗണേശനില്ല എന്നതാണ് പറയുന്നത്. എൻ്റെ വെള്ളാപ്പള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രേക്ഷകരോട് വായിക്കാൻ വയ്യ. ഏതായാലും വെള്ളാപ്പള്ളി നമുക്ക് നേരിട്ട് കേൾക്കാം. മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പോലെ ഒരു വഷളായ ഒരു മന്ത്രിയാകുമ്പോൾ പോലെങ്കിലും ഒരു നിലയും നിലവാരവും പുലർത്താൻ ബാധ്യസ്ഥനാണ്. മന്ത്രി അല്ലെങ്കിൽ പോലും ഇതുപോലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഉചിതമല്ല. പിന്നെ അദ്ദേഹത്തിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് തൃപ്തികരമായ ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കണം എന്നതാണ് വെള്ളാപ്പള്ളി പറഞ്ഞു നിർത്തുന്നത്. വെള്ളാപ്പള്ളിയും ഇടതുമുന്നണിയുമായിട്ടൊക്കെയുള്ള ഇപ്പോഴത്തെ ബന്ധം നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും വെള്ളാപ്പള്ളി ഗണേശനെ ഉൾക്കൊള്ളുന്നില്ല, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുടെ മേൽ വെക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമോ? കോംപ്രമൈസിൽ തീർന്നാൽ ഉയരുന്ന ചോദ്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് നിരവധിയാണ്. അതിന് 140 മണ്ഡലങ്ങളിലും സർക്കാർ ഉത്തരം പറയേണ്ടുന്ന ഒരു സാഹചര്യം വരും. ആ ഘട്ടത്തിൽ ഇനി എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ്. അതോ ഇനി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ വരുമ്പോൾ ഇത് അതിൽ ഇല്ലാണ്ടാകുമോ? എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.